ഇനി പ്രവാസ ലോകത്തെ വാർത്തകളാണ്. യുഎഇയിലെ സ്വകാര്യ കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകണമെന്ന് കർശന നിർദ്ദേശം. ജീവനക്കാരുടെ വേതന സംരക്ഷണമാണ് ലക്ഷ്യമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. യുഎഇയിലെ സ്വകാര്യ കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി തന്നെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകിയില്ലെങ്കിൽ കുടുങ്ങും. പിഴ, പുതിയ വർക്ക് പെർമിറ്റുകൾ നിഷേധിക്കൽ മുതൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതും യാത്രാവിലക്കും ഉൾപ്പെടെയുള്ള നടപടികളാകും കമ്പനികൾക്കെതിരെ തൊഴിൽ മന്ത്രാലയം സ്വീകരിക്കുക. അടുത്ത മാസം മുതൽ കൃത്യം 1-ാം തീയതി തൊഴിലാളികളുടെ അക്കൗണ്ടിലോ കയ്യിലോ ശമ്പളം എത്തിയിരിക്കണം. 1-ാം തീയതിക്ക് ശേഷം ശമ്പളം നൽകിയാൽ അത് കുടിശ്ശികയാണ്. ശമ്പളം മുടങ്ങിയതായി കണക്കാക്കും. മുടങ്ങുന്ന ഓരോ ദിവസവും നടപടി കൂടിക്കൂടി വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ശമ്പളം മുടങ്ങൽ 6 മാസത്തിനിടെ ആവർത്തിച്ചാൽ നടപടി കൂടും. ശമ്പളം വൈകുന്ന ആദ്യ ദിവസങ്ങളിൽ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം സന്ദേശങ്ങൾ അയക്കും. 5 ദിവസത്തിനപ്പുറം ശമ്പളം വൈകിയാൽ സ്ഥാപനത്തിന് പുതിയ വർക്ക് പെർമിറ്റ് നൽകില്ല. 11-ാം നാൾ മുതൽ പിഴയടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സ്വകാര്യ മേഖലയിലെ എല്ലാ കമ്പനികളും സാലറി നൽകിയതിന്റെ രേഖകൾ നൽകിയിരിക്കണം. ശമ്പളത്തിന്റെ 85% നൽകിയാൽ ശമ്പളം നൽകിയതായി കണക്കാക്കും. മന്ത്രാലയം അംഗീകരിച്ച ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ശമ്പളം നൽകാം. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലെ സ്വദേശികളും പ്രവാസികളും ബലിപെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ. നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും വൻ ഡിസ്കൗണ്ടുകളാണ് നൽകുന്നത്. ഈ മാസം 22 മുതൽ 31 വരെയാണ് ദുബൈയിൽ വിനോദ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമി ആൻഡ് ടൂറിസത്തിന്റെ ഭാഗമായ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുകൂടാനും അവധി ദിനങ്ങൾ ആഘോഷിക്കാനും ലക്ഷ്യമിട്ട് വിനോദ പരിപാടികളും ഷോപ്പിംഗ് ഇളവുകളുമാണ് അനുവദിക്കുന്നത്. ഹോട്ടൽ താമസത്തിനും വൻ ഇളവുകൾ ലഭിക്കും. കുടുംബങ്ങൾക്കായി പ്രത്യേക പാക്കേജുകളാണ് പാം ജുബൈറ കടൽ തീരത്തെ പ്രമുഖ റിസോർട്ടുകൾ നൽകുന്നത്. വിവിധ റിസോർട്ടുകളിൽ മുറികൾക്കും വില്ലകൾക്കും 30% ഇളവിനൊപ്പം പ്രതിദിനം 500 ദിർഹം വരെയുള്ള റിസോർട്ട് ക്രെഡിറ്റും ലഭിക്കും. ഷോപ്പിംഗിനും നഗരകാഴ്ചകൾക്കും പ്രാധാന്യം നൽകുന്നവർക്കായി ദുബൈയിലെ പ്രമുഖ സിറ്റി ഹോട്ടലുകളും മികച്ച പാക്കേജുകൾ നൽകുന്നുണ്ട്. താമസ സൗകര്യങ്ങൾക്ക് പുറമെ വൈവിധ്യമാർന്ന രുചികളും കലാപരിപാടികളും കോർത്തിണക്കിയുള്ള വിപുലമായ പെരുന്നാൾ ആഘോഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദുബൈയിൽ നടക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിൽ സ്വദേശീവൽക്കരണ നടപടികൾ പുരോഗമിക്കുന്നു. പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായും തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ബഹ്റിനിൽ സ്വദേശിവൽക്കരണത്തിൽ വലിയ പുരോഗതി ഉണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ തൊഴിലവസരങ്ങളിൽ 4%-ലേറെയാണ് വളർച്ച രേഖപ്പെടുത്തിയത്. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശി നിയമനം വർദ്ധിച്ചപ്പോൾ പ്രവാസി തൊഴിലാളികളുടെ നിയമനത്തിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ലെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022 മുതൽ 2024 വരെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം വെറും 0.6% മാത്രമാണ് വർദ്ധിച്ചത്. സ്വദേശികളുടെ തൊഴിലവസരങ്ങളിൽ 4%-ലേറെ വളർച്ച രേഖപ്പെടുത്തി. പുതിയ കണക്കുകൾ പ്രകാരം സ്വകാര്യ മേഖലയിലെ ബഹ്റിൻ പൗരന്മാരുടെ എണ്ണം 99,945-ൽ നിന്ന് 1,03,986 ഉയർന്നു. നിബന്ധനകൾ പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ ഓരോ പ്രവാസി വർക്ക് പെർമിറ്റിനും 500 ദിനാർ അധിക ഫീസ് ഈടാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകി. സർക്കാർ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിനും സ്വദേശിവൽക്കരണ നിബന്ധനകൾ നിർബന്ധമാണ്. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് മുമ്പ് 21 ദിവസത്തെ കാത്തിരിപ്പ് കാലാവധിയും പ്രാദേശിക നിയമന പരസ്യവും നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുകയും വിദേശ നിയമനം നിയന്ത്രിക്കുകയുമാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.